നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു ജ്യോതിഷ വിഷയം നിങ്ങളുടെ നാളെ. നിങ്ങളുടെ നാളെയിൽ നാം ചർച്ച ചെയ്യുന്നത് നാളെ 1201 ഇടവമാസം 17-ാം തീയതി, അതായത് 2026 മെയ് മാസം 31-ാം തീയതി ഞായറാഴ്ച. നാളെ ഞായറാഴ്ച സൂര്യോദയം കാലത്ത് തൃശ്ശൂരിൽ 6:05, അസ്തമയം വൈകിട്ട് 6:38. നാളെ രാഹുകാലം നിങ്ങൾക്കറിയാം. വൈകിട്ട് 4:30 മുതൽ 6 മണി വരെയാണ് ഞായറാഴ്ച രാഹുകാലം. നാം ശുഭകാര്യങ്ങളൊന്നും തന്നെ രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല, അതും നിങ്ങൾക്കറിയാം. നാളത്തെ ദിനത്തിൻ്റെ പ്രത്യേകത, നാളെ പൗർണമി തിഥിയാകുന്നു. നാളെ സാക്ഷാൽ വെളുത്ത വാവാകുന്നു. ചന്ദ്രൻ അതിൻ്റെ പൂർണ്ണതയിലെത്തിയിരിക്കുന്ന ദിവസമാണ് നാളെ. നാളത്തെ നക്ഷത്രവും നമ്മുടെ വിഖ്യാതമായ അനിഴം നക്ഷത്രമാണ്. നമ്മുടെ APJ അബ്ദുൽ കലാമിൻ്റെ, അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിയുടെ, അല്ലെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ, രമേശ് ചെന്നിത്തലയുടെ ഒക്കെ നക്ഷത്രമാകുന്നു അനിഴം നക്ഷത്രം. അനിഴം നക്ഷത്രക്കാർക്ക് ഇതാ ജൂൺ മാസം 2-ാം തീയതി വ്യാഴം 9-ലേക്ക് വരികയാണ്. ഏറ്റവും നല്ല സമയമാണ് വൃശ്ചികൻ രാശിക്കാർക്ക്. ഞാൻ ഉൾപ്പെടുന്ന വൃശ്ചികൻ രാശിക്കാർക്ക് ഇതാ 9-ലേക്ക് വ്യാഴം വരികയാണ്. ഒരു വർഷമായി വൃശ്ചികൻ രാശിക്കാരെ വളരെയധികം ക്ലേശിപ്പിച്ച അഷ്ടമത്തിലുള്ള വ്യാഴം മാറി 9-ലേക്ക് വ്യാഴം വരുമ്പോൾ വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യപ്പെടും ഈ വ്യാഴത്തിനാൽ വൃശ്ചികം രാശിക്കാർക്കെന്നറിയുക. അതിനാൽ നാളെ അനിഴം നക്ഷത്രമാണ്. എല്ലാം ശുഭമായി നാളത്തെ ദിനം ഭവിക്കട്ടെ. നാളെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കാലത്ത് 11:30 മുതൽ 12:05 വരെയുള്ള സമയം, എല്ലാ ശുഭകാര്യങ്ങൾക്കുമായി സമയം കണ്ടെത്തും. അത് യാത്രയായാലും പുത്തൻ പദ്ധതികളായാലും മധ്യസ്ഥ ചർച്ചയായാലും 11:30 മുതൽ ആരംഭിക്കുക. വളരെയധികം അനുകൂലമായി നല്ല തീരുമാനങ്ങൾ പ്രാബല്യത്തിൽ വരുത്തുവാൻ ഈ സമയം പ്രാപ്തമാക്കും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും നാളെ അനിഴം നക്ഷത്രമാണ്. അതിനാൽ ശനീശ്വരനെ നെയ്വിളക്ക് സമർപ്പിക്കുന്നത് വളരെ ഗുണമാണ്. ഓം ശം ശനീശ്വരായ നമഃ എന്ന പ്രാർത്ഥനയോടുകൂടി ശനീശ്വരന് നെയ്വിളക്ക് സമർപ്പിക്കുക. അത് ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിലായാലും മതി, അല്ലെങ്കിൽ പറശ്ശിനിക്കടവ് മുത്തപ്പനായാലും അവിടെ വഴിപാടുകൾ ചെയ്യുന്നത് നാളത്തെ ദിനം വളരെ അനുകൂലമാണെന്നറിയുക. നന്ദി, നമസ്തേ.